അതുകൊണ്ട് നമുക്കൊരു തോന്നലാണ് സഹോദരങ്ങളെ, നമ്മളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മളുണ്ടായാൽ, നമ്മളെവിടെ നിന്നാണ് പോയാൽ നമ്മളെ കുട്ടികളെ കാര്യമൊക്കെ കുറച്ച് മോശമാവും, അല്ലെങ്കിൽ ഓരോ ഞാരാ നോക്കുക, എൻ്റെ പെണ്ണുങ്ങൾക്ക് വിഷമാവും. അതൊക്കെ തോന്നലാണ്. ഒന്നോ രണ്ടോ മാസമോ ഒരാഴ്ചയൊക്കെ അതൊക്കെ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഒരാൾ മരിച്ചതിൻ്റെ പേരിലൊന്നും ഇവിടെ ആരും കാലാകാലം ഒരാളും തന്നെ ദുഃഖിച്ചിട്ടില്ല. നമ്മളെ ഖബർ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡ്രസ്സോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ 1-2 സെക്കൻഡോ അല്ലെങ്കിൽ ചെറിയ കണ്ണുന്നൊക്കെ ഒരു വെള്ളം വരും എന്നല്ലാതെ സഹോദരങ്ങൾ അതിനപ്പുറത്തൊന്നും ഒന്നും ഇവിടെ സംഭവിക്കൂല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതറിയോ, നമുക്ക് മാത്രമാണ് നഷ്ടം. അത് നമ്മൾ ആലോചിക്കണം. മരിച്ച സഹോദരങ്ങളെ നമുക്ക് മാത്രമാണ് നഷ്ടം. ഞാൻ ഈ തുടങ്ങിയത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്. അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ റമളാന്. നമുക്ക് നമ്മൾ ഈ റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ, നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മളെ ഈ റമളാനിന് സാക്ഷിയാക്കി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് എന്ന തിരിച്ചറിവ് ആർക്കാണോ സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത് അവരാണ് വിജയിച്ചവർ. ആ മനസ്സിനെ ആർക്കാണോ ഈ റമളാനിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് അത് വല്ലാത്ത ഒരു അറിവാണ്.